ഹായ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാസ്റ്റിക് അനാലിസിസിൻ്റെ പ്രോബ്ലമാണ്. ഇൻ ദ കണ്ടിന്യൂസ് ബീം ഷോൺ ഫിഗർ 12.24, a plastic moment of AB is kept twice that of BC. Determine plastic moment capacity of the beam if the load shown are working load. Take load factor as 1.5. സോ നമ്മളോട് പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ലോഡ് എന്ന് പറയുന്നത് വർക്കിംഗ് ലോഡാണ്. സോ അതിനെന്ത് ചെയ്യണം? കൊളാപ്സ് ലോഡ് ആക്കണം. സോ വർക്കിംഗ് ലോഡ് 40 kN ആണ് എ ബി പറഞ്ഞ സ്പാനിൽ തന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ആ 40നെ ലോഡ് ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 40 × 1.5 വി ഗെറ്റ് 60 kN. അതേപോലെ 20 kN വർക്കിംഗ് ലോഡാണ്. സോ 20 × 1.5 ചെയ്യുക. സോ 30 kN എന്ന് കിട്ടും. അതാണ് അവിടുത്തെ എന്ത് കൊളാപ്സ് ലോഡ് വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കൊളാപ്സ് മെക്കാനിസം ചെയ്യണം. സോ ആദ്യം എ ബി പറഞ്ഞ സ്പാൻ എടുക്കുക. എ ബി പറഞ്ഞ സ്പാനിൽ 3 മീറ്റർ കഴിഞ്ഞിട്ട് 60 kN കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ഡിഫ്ലക്ഷൻ ഡയഗ്രം ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെ അപ്പോൾ എ ബിയിൽ 2 MP ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? മൊത്തത്തിൽ നമ്പർ ഓഫ് പ്ലാസ്റ്റിക് ഹിഞ്ച് എന്ന് പറയുന്നത് എത്ര വരും? 1 2 3. അപ്പം ഫിക്സ്ഡ് സപ്പോർട്ടിൽ വരുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് 2 MP. ലോഡിൻ്റെ താഴെ 2 MP. പിന്നെ ബി പറഞ്ഞ എൻഡിൽ നമ്മൾ 2 മൊമെൻറ്റ് വരുന്നുണ്ട്. 2 MP വരുന്നുണ്ട്, MP വരുന്നുണ്ട്. സോ സ്മോളസ്റ്റ് മൊമെൻറ്റ് എടുക്കുക. സോ MP. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റേർണൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുക. ഇൻറ്റേർണൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൊമെൻറ്റ് ഇൻറ്റു റൊട്ടേഷനാണ്. സോ 2 MP × θ1. അടുത്ത് 2 MP × θ1 + θ2. നെക്സ്റ്റ് MP × θ2. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള ഇൻറ്റേർണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 2 MP × θ1 + 2 MP × θ1 + θ2 + MP θ2. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ θ1 കണ്ടുപിടിക്കണം. ഇവിടെ θ1 എന്ന് പറയുന്നത് എത്ര വരിക? θ1 എന്ന് പറയുന്നത് ഇത് ഡെൽറ്റ ആണ്. സോ θ1 എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ ഡിവൈഡഡ് ബൈ 3. θ1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡിവൈഡഡ് ബൈ 3. സോ ഡെൽറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ ഇസ് ഈക്വൽ ടു 3θ1 വരും. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 3θ1 വരും. അതേപോലെ θ2 എന്തായിരിക്കും വരിക? θ2 എന്ന് പറയുന്നത് എന്താ വരിക? ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഡെൽറ്റ ഡിവൈഡഡ് ബൈ 1. സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു θ2 എന്ന് വരും. എന്ന് പറഞ്ഞാൽ θ2 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ബൈ 1 ആണ്. സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു θ2 എന്ന് വരും. സോ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 3θ1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇസ് ഈക്വൽ ടു 1θ2. സോ അത് നമുക്ക് എന്ത് ചെയ്താൽ θ2 ഇസ് ഈക്വൽ ടു 3θ1 എഴുതാം. ക്ലിയർ അല്ലേ? ഈ ഒരു ട്രയാങ്കിൾ എടുത്തു. ആ ട്രയാങ്കിൾ θ1 കണ്ടുപിടിച്ചു. θ1 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഡിവൈഡ് ബൈ 3 എന്നാണ്. സോ ഡെൽറ്റ ബൈ 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ഇസ് ഈക്വൽ ടു 3θ1 കിട്ടും. അതേപോലെ θ2 എന്ന് പറയുന്നത് ഡെൽറ്റ ഡിവൈഡഡ് ബൈ ഈ കുഞ്ഞു ഡിസ്റ്റൻസ് 1. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഇസ് ഈക്വൽ ടു θ2 എന്ന് കിട്ടും. സോ ഫ്രം ദാറ്റ് നമുക്ക് എന്ത് ചെയ്താൽ θ2 ഇസ് ഈക്വൽ ടു 3θ1 എഴുതാം. ഇനി അടുത്തത് എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്താ വരിക? എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നുണ്ടാവുക? ആ ലോഡ് ഇൻറ്റു ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ 60 × ഡെൽറ്റ. 60 × ഡെൽറ്റ. ഡെൽറ്റേൻ്റെ പകരം ഇവിടെ എന്ത് കൊടുക്കുക? 3θ1 കൊടുക്കുക. സോ 60 × 3θ1. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ θ2ന് ഇവിടെ നമ്മൾ ഇൻറ്റേർണൽ വർക്ക് ഡൺ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചില്ലേ? ആ ഇൻറ്റേർണൽ വർക്ക് ഡണ്ണിൽ θ2ന് പകരം എന്ത് ചെയ്യുക? 3θ1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 2 MP θ1 + 2 MP θ1 + θ2 അല്ലേ? θ2ൻ്റെ സ്ഥാനത്തൂടെ എന്ത് കൊടുത്തു? 3θ1 കൊടുത്തു. പ്ലസ് MP × θ2 ആയിരുന്നു. θ2ൻ്റെ സ്ഥാനത്തൂടെ 3θ1 കൊടുത്തു. സോ സബ്സ്റ്റിറ്റ്യൂട്ട് വി ഗെറ്റ് 13 MP θ1. സോ രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ഇൻറ്റേർണൽ വർക്ക് ഡൺ ഈക്വൽ ടു എക്സ്റ്റേണൽ വർക്ക് ഡൺ ബൈ വെർച്വൽ വർക്ക് മെത്തേഡ്. സോ വി ഗെറ്റ് 30 MP θ1 ഇസ് ഈക്വൽ ടു 3θ1. സോ അതിന് നമുക്ക് MP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ MPൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 13.846 kN എന്ന് കിട്ടി. ഇനി നമ്മൾ കൊളാപ്സ് മെക്കാനിസം 2 ചെയ്യാൻ പോവാണ്. BC പറഞ്ഞ സ്പാനിൽ. സോ BC പറഞ്ഞ സ്പാൻ എടുക്കുക. അതിൻ്റെ ഡിഫ്ലക്ഷൻ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ഡിഫ്ലക്ഷൻ ഡയഗ്രാം ഇങ്ങനെ വരുന്നുണ്ടാവുക. ഇനി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ബി പറഞ്ഞ സ്പാനിൽ എന്താ വരുന്നുണ്ടാവുക? ഇവിടെ 2 MP ഉണ്ട്, MP ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെ എടുക്കുക? സ്മോളസ്റ്റ് മൊമെൻ്റ് അല്ലേ? സോ MP വരും. ഇവിടെ MP എന്ന് വരും. ഇനി ഈ ഒരു സ്പാനിൽ ലോഡിൻ്റെ താഴെ ഒരു MP ഉണ്ടാകും. ഇവിടെ റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് എന്തുണ്ടാവില്ല? ഇവിടെ പ്ലാസ്റ്റിക് ഹിഞ്ചും ഉണ്ടാവില്ല. സോ 2 MP ഇവിടെ MP എന്നുണ്ടാവും. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
ഇൻറ്റേർണൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ഇൻറ്റേർണൽ വർക്ക് ഡൺ എന്തായിരിക്കും വരുന്നുണ്ടാവുക, MP ഇൻറ്റു തീറ്റ. ഇവിടെ എന്തുകൊണ്ട് തീറ്റ1 എഴുതാത്തത്, കറക്റ്റ് സെൻറ്ററിലല്ലേ ലോഡ് വരുന്നത്. സോ തീറ്റ1ഉം തീറ്റ2 സെയിം ആയിരിക്കും. അപ്പം നമ്മൾ തീറ്റ എന്ന് എഴുതിയാൽ മതി. സോ MP ഇൻറ്റു തീറ്റ പ്ലസ് MP ഇൻറ്റു തീറ്റ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും, തീറ്റ, ഇവിടെ ഒരു തീറ്റ ഉണ്ടാവും. സോ MP ഇൻറ്റു തീറ്റ പ്ലസ് MP ഇൻറ്റു തീറ്റ പ്ലസ് തീറ്റ. ക്ലിയർ ആണോ? MP ഇൻറ്റു തീറ്റ പ്ലസ് MP ഇൻറ്റു തീറ്റ പ്ലസ് തീറ്റ വി ഗെറ്റ് 3MP തീറ്റ. ഇനി നമ്മൾ ഇവിടുത്തെ എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്താ വരിക, എക്സ്റ്റേണൽ വർക്ക് ഡൺ 30 ഇൻറ്റു ഡെൽറ്റ എന്ന് വരും. 30 ഇൻറ്റു ഡെൽറ്റ. സോ ഡെൽറ്റൻ്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ. ഡെൽറ്റൻ്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, നമുക്കറിയാം തീറ്റ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ്. സോ ഡെൽറ്റ ഡിവൈഡഡ് ബൈ 2 ആണ്. സോ ഡെൽറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, 2 തീറ്റ എന്നല്ലേ വരിക. ഈ ട്രയാങ്കിൾ എടുക്കുക, ഈ ട്രയാങ്കിൾ തീറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ ബൈ 2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എന്ന് പറയുന്നതായിരിക്കും 2 തീറ്റ എന്ന് കിട്ടി. ഓക്കെ ആണോ? ഡെൽറ്റ എന്ന് പറയുന്നത് ഓക്കെ, ഡെൽറ്റ എന്ന് പറയുന്നത് 2 തീറ്റ. സോ 30 ഇൻറ്റു 2 തീറ്റ ചെയ്യുക. സോ വി ഗെറ്റ് 16 തീറ്റ. നമുക്ക് ഇൻറ്റേർണലും കിട്ടി എക്സ്റ്റേണലും കിട്ടി, രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് MPൻ്റെ വാല്യൂ എന്ത് കിട്ടി, 20 kN മീറ്റർ എന്ന് കിട്ടി. സോ നമുക്ക് 2 MPൻ്റെ വാല്യൂ കിട്ടി. അതിൽ ബിഗ്ഗസ്റ്റ് MP ആയിരിക്കും വരുന്നുണ്ടാവുക. സോ അവിടെ ഫ്രം ദാറ്റ് വി കൺക്ലൂഡ് ദാറ്റ് MP ഈസ് ഈക്വൽ ടു 60 kN മീറ്റർ. 16 kN മീറ്റർ. ഇനി ക്വസ്റ്റ്യനിലൊരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്, പ്ലാസ്റ്റിക് മൊമെൻറ്റ് ഓഫ് AB എന്ന് പറയുന്നത് എന്താണ്, ട്വൈസ് ഓഫ് BC എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പ്ലാസ്റ്റിക് മൊമെൻറ്റ് ഓഫ് AB എന്ന് പറയുന്നത് 2MP ആണ്. ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്ക്, പ്ലാസ്റ്റിക് മൊമെൻറ്റ് ഓഫ് AB ഈസ് കെപ്റ്റ് ട്വൈസ് ദാറ്റ് ഓഫ് BC ആണ്. സോ പ്ലാസ്റ്റിക് മൊമെൻറ്റ് ഓഫ് AB എന്ന് പറയുന്നത് 2MP ആയിരിക്കും. സോ 2 ഇൻറ്റു MPൻ്റെ വാല്യൂ എന്താ, 20. സോ 2 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു 40 kN മീറ്റർ എന്ന് കിട്ടും. ഇനി അപ്പോൾ BC എന്ന് പറയുന്നത് എന്താണ്, MP തന്നെ ആയിരിക്കും. സോ MP ഈസ് ഈക്വൽ ടു 20 kN മീറ്റർ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.